വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിശാഖ നാളാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 4 വരി പൂക്കളാണ് കേട്ടോ ഇടുന്നത്. ചിത്തിര 2 ദിവസം അടുപ്പിച്ച് വന്നതുകൊണ്ട് തന്നെ അത്തം മുതൽ നോക്കുകയാണെങ്കിൽ ഇന്ന് 5 വരിയാണ് ഇടുന്നത്. പക്ഷെ ഞാൻ ഇന്ന് 4 വരിയാണ് കേട്ടോ ഇടുന്നത്. അപ്പം നമുക്ക് നേരെ പൂക്കളിടാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുറ്റം ഒന്ന് അടിച്ചു വാരണം. മഴയൊന്ന് തോർന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. ചാറ്റ മഴ നനഞ്ഞാൽ എന്തായാലും എനിക്ക് പനി പിടിക്കുമെന്ന് ഉറപ്പാണ്. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് മഴയൊന്ന് തോന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതേ നമ്മൾ ഇറങ്ങി മുറ്റം തൂത്ത് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. ഇന്നലെ രാത്രിയിലും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് നമുക്ക് തൂത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ദേ ഇന്നലത്തെ പൂക്കൾ പറക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മഴ പെയ്തത് കൊണ്ട് തന്നെ മണ്ണ് കുപ്പിയിരിക്കുകയാണ്. അതുകൊണ്ട് എടുത്തു മാറ്റാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. സാധാരണ പൂക്കളെ ഇടുന്ന വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എണീറ്റ് പോകാറുണ്ടായിരുന്നേ. ഇപ്പോൾ ശ്രീക്കുട്ടി ലീവിന് വന്നേക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അങ്ങനെ പൂക്കളൊക്കെ എടുത്ത് മാറ്റി വെള്ളം ഒന്ന് കുടഞ്ഞതിന് ശേഷമാണ് ഞാൻ ചാണകം തളിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു 4 വരി ഇടത്തക്ക രീതിയിൽ നമുക്ക് വലിപ്പം വേണമല്ലോ. അപ്പോൾ കുറച്ച് വലിപ്പത്തിലാണ് ഞാനിവിടെ തളിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇന്നും മഴ പെയ്യുന്ന ഉറപ്പാണ്. മൂലം നാളിൻ്റെ അന്ന് വരെ മഴ കാണുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അത് പ്രതീക്ഷിച്ച് ഒരുപാട് ചാണകം അങ്ങ് നമ്മൾ മെഴുകുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ബാലൻസ് വന്ന് ചാണകവെള്ളം അവിടെ എല്ലാം ഒന്ന് തളിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം തൂത്തുവാരി നേരത്തെ ഇട്ടേക്കായിരുന്നല്ലോ. അപ്പോൾ ഇനി നമുക്ക് ആ ചാണകവെള്ളം അവിടെ എല്ലാം ഒന്ന് തളിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പൂ പറിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടെ നിന്നൊരു വട്ടയില പറിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് പൂ വെക്കാൻ വേണ്ടിയിട്ട് വട്ടയില വേണമല്ലോ. അപ്പോൾ അത് നോക്കിയപ്പം അത് പുഴു തിന്ന ഇലയാണ്. അപ്പോൾ ഞാൻ അത് പറിച്ചില്ല കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മരം പോലെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മരത്തിൽ നിന്ന് പറിക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ കമ്പൊന്ന് ചായച്ച് പറിക്കുന്നുണ്ട് കേട്ടോ. അവിടെ തടി മുറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കയറി നിന്നാണ് കേട്ടോ ഞാൻ ഈ പറിക്കുന്നത്. മഴ പെയ്ത് കിടക്കുക ആയതുകൊണ്ട് തന്നെ തടിയിൽ നല്ല വഴുക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചാണ് അവിടെ നിൽക്കുന്നത് തന്നെ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ തെറ്റലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വട്ടയിലേക്ക് പറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോരോ പൂക്കളായിട്ട് പറിക്കാം കേട്ടോ. വട്ടയില പറിച്ചതിൻ്റെ ബാക്കിൽ തന്നെ മന്ദാരം നിൽപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ മന്ദാരവും കൂടി പറിച്ചിട്ടുണ്ട് അവിടുന്ന്. അപ്പം 4 സൈസിലുള്ള പൂക്കൾ ഇന്ന് വേണമല്ലോ. അപ്പം ഒന്ന് മന്ദാരമാണ്. പിന്നെ ഇന്ന് നമുക്ക് കോളാമ്പിപ്പൂവും ശംഖുപുഷ്പവും ഒക്കെയാണ് വിശാഖ നാളിൽ മെയിനായിട്ട് വേണ്ട പൂക്കൾ. പക്ഷേ നമുക്കിന്ന് കോളാമ്പിപ്പൂവും ഇല്ല, ശംഖുപുഷ്പവും ഇല്ല ഇന്ന് ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും 4 പൂക്കൾ വെച്ച് ഇടാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ മന്ദാരം പറിച്ചെടുത്തു. പിന്നെ ദേ മഞ്ഞ നിറത്തിലുള്ള തെറ്റിപ്പൂ നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി പറിച്ച് ഇടാന്ന് കരുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കമ്മൽപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അത് ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അതിപ്പം 1 വരി ഇടാനുള്ള കമ്മൽപ്പൂ നമ്മൾ പറിക്കുന്നുണ്ട് കേട്ടോ. കമ്മൽപ്പൂ ആണ് ഇപ്പോൾ ഏക ഒരു ആശ്രയം. ഇപ്പം മഴ 2-3 ദിവസം കൊണ്ട് അടുപ്പിച്ച് പെയ്യുന്നത് കൊണ്ട് തന്നെ കമ്മൽപ്പൂവിനും വലിയ ഇതളുകളൊന്നും ഇല്ല. ഉള്ളത് ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളതാവട്ടെ എന്ന് കരുതി ആ പൂക്കളും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് റോസാപ്പൂക്കൾ നിൽപ്പുണ്ട്. പിന്നെ അത് ഇന്ന് പറിച്ചില്ല, നാളത്തേക്ക് പറിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. നാളെ വേണമല്ലോ. അടുത്തത് ഇനി നമ്മൾ തുളസി ഇലയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. വെള്ള തുളസിയുടെ ഇലയാണ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ 2 ദിവസം കൊണ്ട് ചുമന്ന തുളസി ഇടുന്നുണ്ട്. 2 ദിവസം കൊണ്ട് ഇനി നമുക്ക് വെള്ള തുളസിയും കൂടി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ തുളസിക്കതിരും കൂടി എടുത്തിട്ടുണ്ട്. തൃക്കാക്കരയപ്പൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് തുളസിക്കതിരും കൂടി ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിലവിളക്ക് കത്തിച്ച് വെച്ച് പൂക്കളെ ഇട്ട് തുടങ്ങാവേ. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 2ാമത്തെ തവണയാണ് ഇപ്പം നിലവിളക്ക് കത്തിച്ചുകൊണ്ട് വരുന്നത്. ആദ്യമേ ഞാൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ വിളക്ക് അണഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ വിളക്ക് കത്തിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പൂക്കളെ ഇടാൻ തുടങ്ങാം. ആദ്യം തന്നെ തൃക്കാക്കരയപ്പന് ഞാൻ തുളസിക്കതിരും അതുപോലെ തന്നെ ചുവന്ന തെറ്റിപ്പൂവും കൂടി പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. തുളസിക്കതിര് ഒടിച്ചെടുത്തതിനകത്ത് ഒട്ടും തണ്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു തുളസിക്കതിരിനകത്ത് തന്നെ 3 പൂക്കൾ ഇങ്ങനെ വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസം തോന്നിയിട്ടാണ് ഞാൻ അത് പറിച്ചെടുത്തത്. പക്ഷെ അതിന് തണ്ട് കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ നീളം കുറച്ചുകൂടി ഒന്ന് കുറച്ചിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം വെച്ച് കൊടുത്തപ്പോൾ ഇരിക്കുന്നുണ്ടായിരുന്നു, വലിയ പ്രശ്നമില്ലായിരുന്നു. കുറച്ച് നീളത്തിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം കുറച്ച് ചെറുതാക്കാതെ തന്നെ വെച്ച് കൊടുത്തത്. ഇപ്പം എന്തേ ചെറുതാക്കി വെച്ചപ്പോൾ അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ആയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് താഴെ വീഴുമെന്നൊന്നും അറിയില്ല. ഇപ്പം എന്തായാലും അടുത്ത മഴ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പൂക്കളെ ഇട്ട് കഴിയണം. ആദ്യത്തെ വരിയായിട്ട് ഞാനിവിടെ തെറ്റിപ്പൂവാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള തെറ്റിപ്പൂവാണ് വെച്ച് കൊടുക്കുന്നത്. ഇന്നലെ നമ്മൾ ചുവന്ന നിറത്തിലുള്ള തെറ്റിപ്പൂവായിരുന്നു കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്ന് അതുകൊണ്ട് ഞാൻ മഞ്ഞ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ വരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ വരിയായിട്ട് കമ്മൽപ്പൂ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കമ്മൽപ്പൂ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കമ്മൽപ്പൂവും നമ്മുടെ തുളസിയിലയും കൂടെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വിചാരിച്ചു പൂക്കളുണ്ട്, അപ്പോൾ പിന്നെ തുളസിയില അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി ഞാനൊന്ന് മാറ്റി വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി റോസ് കളറിലുള്ള ചെമ്പരത്തി പൂവും കൂടെ
പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അത് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള പൂക്കൾ പറിക്കാൻ പോയപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി പറിച്ചിട്ട് വന്നതാണ് അത്. അപ്പോൾ ചെമ്പരത്തി കൂടി പറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വരികളുടെ പൂക്കൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കിനി ഇല ഇടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ വരി കമ്മൽപ്പൂവ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ വലിയ കമ്മൽപ്പൂ നോക്കിയാണ് കേട്ടോ പറിച്ചുകൊണ്ട് വന്നത്. പക്ഷെ അതിപ്പോൾ എടുത്തപ്പോൾ അതിൻ്റെ ഇതളുകളെല്ലാം പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് മഴയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയ പൂക്കൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ വരി. നമുക്ക് മൂന്നാമത്തെ വരി ചെമ്പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. പിങ്ക് കളറിലുള്ള ചെമ്പരത്തിയാണ് ഇത്. ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തി ആണെങ്കിൽ നമ്മുടെ പൂക്കളെ ഇച്ചിരും കൂടി ഭംഗിയായേനെ. പക്ഷെ നമുക്ക് ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തി ഇന്ന് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിന്ന് പിങ്ക് കളറിലെ ചെമ്പരത്തി ഇടാന്ന് കരുതിയത്. അപ്പോൾ ചെമ്പരത്തി പൂ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പൂക്കളം കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ആദ്യത്തെ 2 വരിയും മഞ്ഞ കളർ ഇടണ്ടായിരുന്നു, ഏതെങ്കിലും വേറൊരു കളർ ഇട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നി. രണ്ടാമത്തെ വരികൾ കുഞ്ഞു വരികളല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് പൂക്കൾ കിട്ടിയ പൂക്കൾ വെച്ചാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ വരി 2 കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അങ്ങനെ ഇതേ മൂന്നാമത്തെ വരി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ വരിയായിട്ട് മന്ദാരം വെച്ച് കൊടുക്കാം. മന്ദാരത്തിന്റെ പൂ ഇതളുകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കെങ്ങാനും ഒരു ശംഖുപുഷ്പം ഇടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഗ്യാപ്പ് ഇട്ടിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പോയി നോക്കിയായിരുന്നു, പക്ഷേ ശംഖുപുഷ്പം ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് കാണുമെന്ന്, പക്ഷേ ശംഖുപുഷ്പം ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാ, അതുകൊണ്ട് ഞാൻ ഫുൾ കംപ്ലീറ്റ് അതങ്ങ് മന്ദാരം ആക്കി കേട്ടോ. അപ്പോൾ മന്ദാരം കുറച്ചധികം പൂക്കൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലാസ്റ്റ് വരി മന്ദാരം ഇടാമെന്ന് നേരത്തെ തീരുമാനിച്ചത്. അപ്പോൾ അതേ അടുത്ത മഴ പെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വേഗം പൂക്കളം ഇട്ട് തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ പൂക്കളം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ 4 വരിയാണോ 5 വരിയാണോ പൂക്കളം ഇട്ടേന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ എന്തായാലും ഇവിടെ 4 വരിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. പൂക്കളം ഇട്ടതിന് ശേഷം പൂക്കളത്തിന്റെ മേളിലായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി തളിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ വെള്ളം തളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് തോന്നിയത് വെള്ളം തളിക്കേണ്ടിയിരുന്നില്ല. കാരണം ഓൾറെഡി മഴ പെയ്ത് കിടക്കായിരുന്നു. വെള്ളം കൂടി തളിച്ചപ്പോഴത്തേക്ക് മണ്ണും വെള്ളം കൂടി പൂക്കളുടെ മണ്ടയിലേക്ക് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ പൂക്കളം. നമ്മുടെ പൂക്കളം ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി ഞാൻ നാളത്തെ പൂക്കളത്തിന്റെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.